ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഫ്രോം പാർട്ടി കാലിക്കറ്റ്. സോ ഈ വർഷത്തെ INACET എക്സാം കഴിഞ്ഞു. അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ ക്വിക്കായി ഞാനത് പറയാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പാർട്ടാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ വർഷത്തെ എക്സാം ഒരു അവറേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നീറ്റ് മോഡൽ എക്സാം പോലെയൊക്കെ തന്നെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല 4 സെഷനായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു ഹൈ സ്കോറിങ് എക്സാം ആവാൻ തന്നെ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ഒരു അനാലിസിസ് ഒന്നല്ല ഇപ്പം നിങ്ങൾ കേൾക്കേണ്ടത്. കാരണം ഈ വർഷത്തെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ എക്സാം പോലൊക്കെ തന്നെയാണ്, പക്ഷേ സ്റ്റിൽ 1 മന്ത് കഴിഞ്ഞാൽ നീറ്റ് PG എക്സാം വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതിന് മുന്നേ ഈ അനാലിസിസിൻ്റെ പിന്നാലെയോ നമുക്ക് കിട്ടുന്ന മാർക്കിൻ്റെ പിന്നാലെയോ റാങ്കിൻ്റെ പിന്നാലെയോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മുന്നിൽ വരുന്ന നീറ്റ് PG എക്സാം അത് എന്താ പറയുക കൊളായി പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ സമയത്ത് നിങ്ങൾ അനാലിസിസ് ചെക്ക് ചെയ്യുക, നിങ്ങളെ മാർക്ക് ചെക്ക് ചെയ്യുക, നിങ്ങളെ റാങ്ക് ഇമ്പോർട്ടൻ്റ് ആയി കൺസിഡർ ചെയ്യുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. INACETൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ സ്കോറിങ്, നന്നായി പഠിച്ച ആളുകൾ തന്നെ റാൻഡംലി ചിലപ്പോൾ ഒരു പ്രോബിലിറ്റി ബേസ് ചെയ്ത് റാൻഡം സെലക്ഷൻ പോലെയൊക്കെയാണ് റാങ്ക് വരാറുള്ളത്. ഇന്ന ആളുകൾക്ക് റാങ്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന ആളുകൾക്ക് റാങ്ക് ഉണ്ടായിരിക്കില്ല എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പഠിക്കാത്ത ആളുകൾ ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. പഠിച്ച ആളുകൾക്ക് തന്നെ ഹൈ സ്കോറിങ് ആയിട്ടുള്ള വെൽ അക്കാഡമിക്കലി പോയിട്ടുള്ള ആളുകൾക്ക് തന്നെ കുറച്ച് ആളുകൾക്ക് മാത്രം തന്നെ കിട്ടുന്ന ഒരു എക്സാമാണ്. സോ അതിൻ്റെ റാങ്ക് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിലുള്ള പെർഫോമൻസ് ബേസ് ചെയ്ത് നിങ്ങൾ നീറ്റ് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നീറ്റിൽ ഞാൻ ഇങ്ങനെയൊക്കെ അതിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സോ നിങ്ങൾ INACET ഫുള്ളി കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക, 1 മന്ത് ഫുള്ളി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. ഈ INACETൻ്റെ ഫുൾ അനാലിസിസ് ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നീറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് 1-2 ദിവസം ബ്രേക്ക് എടുത്ത് റെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ റെസ്റ്റിലായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ബാക്കിയുള്ള ഒരു 1 മന്ത് പീരീഡ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റിന് വെരി ഹൈ സ്കോർ എത്താൻ പറ്റുന്നതാണ്. ആൻഡ് നീറ്റിന് പ്രത്യേകമായി ടോപ്പിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഫ്രീക്വൻ്റ്ലി വായിക്കുക, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ കണ്ടിന്യൂ ചെയ്യാം. സോ ജൂൺ 23 നടക്കുന്ന നീറ്റ് എക്സാം അടിപൊളിയാക്കാൻ നോക്കുക. INACETയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക. അതിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, ഇന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് ചെയ്തിരുന്നത് നന്നായിരുന്നു, ഇനി റാങ്ക് വരുമ്പോൾ അത് ഇത്ര റാങ്ക് ആയിപ്പോയി, ഞാൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തിരുന്നത്, ഇനി നല്ല റാങ്ക് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പാടില്ല. കാരണം അതൊന്നും നിങ്ങളെ നീറ്റിന് സേവ് ചെയ്യുന്ന കാര്യമില്ല. നീറ്റിന് സെപ്പറേറ്റിൽ തന്നെ കംപ്ലീറ്റ് റിവിഷൻ, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇൻറ്റൻസീവായി പഠിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. സോ എക്സാം അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക, നേരെ ഇന്ന് പഠിക്കുക, അടിപൊളിയാക്കുക. താങ്ക് യു.